ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നലെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ റിവ്യൂസ് കൊടുക്കുന്ന മെയിൻ സ്ട്രീം ചാനലുകളും അതുപോലെ തന്നെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ അറിയിക്കുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒരുപാടധികം വീഡിയോസും പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് ആ ഒരു തീയതി ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം എന്ന് തുടങ്ങും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ പല പേജുകളും ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇതിന് മുന്നിട്ട പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഇതിപ്പോ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിനുപരി നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്നുമല്ല, ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫസ്റ്റത്തെ സാറ്റർഡേ ഒരു സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുന്നത് ഈ പറയുന്ന സാറ്റർഡേ ഒരു സൺഡേ ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ തീയതി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു സാറ്റർഡേ വരുന്നത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് 3-ഉം 4-ഉം ഒക്കെ ആയിട്ട് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉറപ്പിക്കാം. ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയിൽ ഒരു ഓഗസ്റ്റ് 10-ലേക്കൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു ശനിയും ഞായറും ആയിരിക്കും. അതിപ്പോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 10-ാം തീയതി, ഇതിനപ്പുറത്തേക്ക് പോകില്ല. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് പങ്കെടുക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് ചാനലുകളുടെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലാലേട്ടൻ തന്നെയാണോ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്? അതും ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്തതായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മുടെ വിഷുവിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രമോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഫസ്റ്റ് ലുക്ക് പ്രമോ ഇറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോഗോ ഇപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല, ഐ ലോഗോ വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്തൊക്കെയാണെങ്കിലും കോമണേഴ്സ് പ്രമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബിഗ് ബോസ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അറിയിക്കുന്ന ഒരു പ്രമോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 വരികയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് എത്രാം തീയതിയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെയാണോ ഈ ഒരു ഷോയുടെ ഹോസ്റ്റ് ആയിട്ട് ഈ ഒരു സീസണിൽ വരുന്നത്, അതും കൺഫേം ആയിരിക്കുകയാണ്. ഓഗസ്റ്റ് 3 ഓർ 10-ാം തീയതി ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും ബിഗ് ബോസ് വരുന്നത്. കൺഫേം ആയിട്ട് നമ്മൾ അറിഞ്ഞത് ഓഗസ്റ്റ് 3 എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സാധ്യതകൾ, നമുക്ക് മനുഷ്യന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഓഗസ്റ്റ് 10-ാം തീയതിക്ക് പോകും. അല്ല എങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നതായിരിക്കും. ലാലേട്ടൻ തന്നെയാണ് ഈ പ്രാവശ്യം ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. അതും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് സീസൺ 7 വരുന്നത്. അതുപോലെ തന്നെ സീസൺ 7 പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അപ്രോച്ച് ചെയ്യുന്ന കുറച്ചധികം പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ബന്ധപ്പെട്ടൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ഷോയുടെ ഗ്രാൻഡ് ലോഞ്ച് ഇതാ പ്രഖ്യാപിക്കുകയാണ്. ഓഗസ്റ്റ് 3-ാം തീയതി കൺഫേംഡ് ആണ്. എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ ഓഗസ്റ്റ് 10-ലേക്ക് മാറും. ഇതിപ്പോ ഓഗസ്റ്റ് 3-ാം തീയതി ഒരു 85% കൺഫർമേഷൻ പറയാം. ഓഗസ്റ്റ് 3 തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് നാളുണ്ട്. പിന്നെ ഓഗസ്റ്റ് മാസത്തിലേക്ക് പോകാൻ ഇതിപ്പോ ഏപ്രിലേ ആയിട്ടുള്ളൂ. ഏപ്രിൽ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അപ്പൊ ഏകദേശം 3 മാസത്തിലധികം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഓഡീഷൻ പ്രൊസീജിയറും അതുപോലെ തന്നെ പുതിയൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം. തൻ്റെതായിട്ട് ചെന്നൈയിൽ ഒരു പുതിയൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ കാല് പിടിക്കാൻ പോകണ്ട. ഇതിന് മുന്നുള്ള സീസണുകളൊക്കെ നമുക്കറിയാം, ഓട്ടത്തോട് ആയിരിക്കുള്ളൂ. ബിഗ് ബോസിന്റെ സീസൺ വരാറാവുമ്പോൾ ജനുവരിയിൽ കിടന്നോടും ആ സെറ്റിൽ, ഈ സെറ്റിൽ, ബാംഗ്ലൂർ സെറ്റ്, ചെന്നൈ സെറ്റ്, മറാത്തി സെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ചെന്നൈയിൽ ബിഗ് ബോസ് മലയാളം സ്വന്തമായിട്ടൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള സീസണുകളിൽ നമുക്ക് നമ്മളുടെ സ്വന്തം സെറ്റിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോ ബിഗ് ബോസിന്റെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറും ജിയോ സിനിമാസും കൂടി തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറയിലുള്ള ചില വ്യക്തികളെയൊക്കെ പിരിച്ചു വിട്ടിട്ട് പുതിയ ആളുകളെയൊക്കെ അതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പ്രാവശ്യം ഒരു പുതുപുത്തൻ സീസൺ ആണ് വരാൻ പോകുന്നത്.
നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു സീസൺ വരുന്നത്. ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്, കാരണം പുതുപുത്തൻ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇത് മുന്നുള്ള ബിഗ് ബോസ് സീസണുകളിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നു. കോമണേഴ്സ് ഈ പ്രാവശ്യം 4 പേരുണ്ടാവും. കോമണേഴ്സിന്റെ ഓഡീഷൻ വളരെ നേരത്തെ തുടങ്ങുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പറ്റി കൺഫേം ആവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്